Last class, we have discussed the three major inventions which led the society into a modern society. The first one, what you told was correct. Printing. And second one was, what is second one? Do you found it on internet? Anybody? Second one was, one is magnet. ഈ മാഗ്നറ്റ് ആണ് നിങ്ങൾ പറഞ്ഞ ഇലക്ട്രിസിറ്റി അതുപോലെ ബാക്കിയുള്ള എല്ലാത്തിലേക്കും വരുന്നത് മാഗ്നറ്റിന്റെ ഡിസ്കവറി കൂടെയാണ്. ഫസ്റ്റ് വൺ വാസ് പ്രിന്റിംഗ്. പ്രിന്റിങ്ങിന്റെ എന്താ പ്രത്യേകത? ഡോക്യുമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് പ്രിന്റിങ്ങിന് ശേഷമാണ്. അതിനുശേഷമുള്ള നമുക്ക് റെക്കോർഡഡ് ഹിസ്റ്ററി ഉള്ളൂ. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് ആര് പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പ്രിന്റിങ്ങിന് ശേഷം നമ്മൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മോഡേൺ സൊസൈറ്റിക്കുള്ള സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ തുടക്കമായി എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് വൺ വാസ് മാഗ്നറ്റ്. മാഗ്നറ്റിന് ശേഷമാണ് ബാക്കിയുള്ള നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും, പവർ അതുപോലെ ഇലക്ട്രിസിറ്റി, ബൾബ്, അതെല്ലാം വരുന്നത് മാഗ്നറ്റിന്റെ ഡിസ്കവറിക്ക് ശേഷമാണ്. തേർഡ് മേജർ ഡിസ്കവറി വാസ് എന്താ പറയാ, ഡൈനാമൈറ്റ്. ഡൈനാമൈറ്റ് എന്നല്ല പറയാ, വെടിമരുന്നിന് എന്താ പറയാ, അതായത് തോക്കും ഗണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൈനാമൈറ്റ് അല്ലേ. അതുപോലെ തോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിച്ചോട് കൂടിയിട്ടാണ് ഒരു സൊസൈറ്റി മറ്റുള്ള സൊസൈറ്റീനെ കീഴടക്കാനും ഈ ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ വന്ന് നമ്മളെ കീഴടക്കാനൊക്കെ കാരണം ഈ ഡൈനാമൈറ്റ് ആണ്. നമ്മളിങ്ങനെ അമ്പും വില്ലൊക്കെ വെച്ച് അവരെ ആക്രമിച്ചു. അവര് പക്ഷെ വളരെ അകലേന്ന് തന്നെ നമ്മൾ വളരെ അക്യൂറസിയോട് കൂടി തോക്കൊക്കെ കൊണ്ടൊക്കെ വെടിവെച്ച് നമ്മളെ അടിമകളാക്കി. അപ്പൊ അത് ഇത് സിവിലൈസ്ഡ് ആക്കി എന്നല്ല സൊസൈറ്റീനെ. ഇത് മൂന്ന് മേജർ ഡിസ്കവറീസ് ആണ് നമ്മളെ ഒരു മോഡേൺ സൊസൈറ്റിക്ക് ഒരു ബിഗിനിങ് ഉണ്ടാക്കിയത്. പ്രിന്റിങ്, ഡിസ്കവറി ഓഫ് മാഗ്നറ്റ് ആൻഡ് ഡൈനാമൈറ്റ്. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ ആറ്റോമിക് സ്ട്രക്ചറിന്റെ ഹിസ്റ്ററിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വൺ വാസ് പ്രപ്പോസ്ഡ് ബൈ ഡാൾട്ടൺ. ഡാൾട്ടന്റെ മോഡലിനും നമ്മളിങ്ങനെ പല മോഡൽസ് ഡിസ്കസ് ചെയ്യും. ഓരോ മോഡലിനും എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളത് കൊണ്ട് പുതിയ പുതിയ മോഡൽസ് നമ്മൾ പ്രപ്പോസ് ചെയ്യും. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് പറയുന്നില്ല. നിങ്ങൾ പഠിക്കാത്ത ചില കാര്യങ്ങൾ മാത്രം ഓരോന്നിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതൊക്കെ സ്കൂളിലും അതുപോലെ പ്ലസ് ടുവിലൊക്കെ ടീച്ചർമാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിന്റെ നിങ്ങൾക്ക് അവിടെയൊക്കെ പറയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അപ്പൊ അതിനുശേഷം വന്ന ഒരു മോഡലാണ് ഈ ഡാൾട്ടൺസ് മോഡല്. അതിനുശേഷം വന്ന ഒരു മോഡലാണ് തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. പ്ലം പുഡിംഗ് ഒക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്ലം കേക്ക് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വാട്ടർമെലൺ, തണ്ണിമത്തനില്ല, അതിൻ്റെ ഉള്ളിൽ സീഡ്സ് എങ്ങനെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണേ ആ മോഡലില് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്പിയർ, അതിൻ്റെ ഉള്ളില് ഈ വാട്ടർമെലൺ സീഡ്സ് പോലെ ഇലക്ട്രോൺസിനെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അതാണ് ഒരു തോംസൺസ് പ്ലം പുഡിംഗ് മോഡല്. പക്ഷെ അതില് ഒരു കാര്യം തോംസൺ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ പോസിറ്റീവ് ചാർജ്, ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ്. അതുകൊണ്ട് തന്നെ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അത് തോംസൺ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് പിന്നീട് വരുന്ന മോഡലിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ. സോ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ഇലക്ട്രോൺസ് എന്നുള്ളതിന് പകരം നമുക്ക് ടോട്ടൽ നെഗറ്റീവ് ചാർജസ് എന്ന് പറയാം. ടോട്ടൽ നെഗറ്റീവ് ചാർജസ് ഈക്വൽ ടു ടോട്ടൽ പോസിറ്റീവ് ചാർജസ്. സോ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. പക്ഷെ ഇതിന്റെ ഡ്രോബാക്സ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡ്രോബാക്സ്, ഈ ആറ്റത്തിന് ഇലക്ട്രോസ്റ്റാറ്റിക്കലി അൺസ്റ്റേബിൾ ആണത്, സ്റ്റേബിൾ അല്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസിനെ ഒന്ന് സ്ലൈറ്റ് ആയിട്ട് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഓസിലേഷന് വിധേയമാവും. അതുകൊണ്ട് എന്തുണ്ടാവുക, ഇലക്ട്രോൺ ഓസിലേറ്റ് ചെയ്ത് എന്താണ്ടാവുക, നമ്മുടെ ആന്റിനയുടെ പ്രിൻസിപ്പിൾ ആണത്. നമ്മൾ കഴിഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ആന്റിനയുടെ പ്രിൻസിപ്പിൾ ആണത്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എമിറ്റ് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എമിറ്റ് ചെയ്താൽ എനർജി എമിറ്റ് ചെയ്യും. എനർജി പോയി കഴിഞ്ഞാൽ അത് ആറ്റം എന്തായിട്ട് മാറും, അത് സ്റ്റേബിൾ അല്ലാണ്ടാവും. കണ്ടിന്യൂസ്ലി എനർജി ലൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റേബിൾ അല്ലാണ്ടാവും, അത് പിന്നെ ഇല്ലാണ്ടാവും. എനർജി പോയി അത് ആറ്റം തന്നെ ഇല്ലാണ്ടാവും. അപ്പൊ അങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിരുന്നില്ല അത്. ഇതാണ് ഫസ്റ്റ് ഡ്രോബാക്ക്. സെക്കൻഡ് ഡ്രോബാക്ക്, നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രൽ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രൽ ലൈൻസ്, ഈ ലൈൻസ് എങ്ങനെ വരുന്നു എന്ന് could not explain, not explained. ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം ലൈൻ സ്പെക്ട്രം ആണെന്ന് നമുക്കറിയാം. ഞാൻ ഇന്ന് തന്നെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് ഹൈഡ്രജൻ ആറ്റം കണ്ടോളൂ, അതിന്റെ സ്പെക്ട്രം കണ്ടോളൂ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു MSc ലാബിൽ വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അതിന് മാർഗമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റിൽ നിന്നുള്ള അതിന്റെ സ്പെക്ട്രം ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അതിലുള്ള ഏതൊക്കെ കളേഴ്സിലാണ് അത് ലൈൻ, ഏതൊക്കെ കളറിലുള്ള ലൈൻസ് ആണ് അതിലുള്ളതെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. കുറെ ലൈൻസ് ഉണ്ടാവും. നമ്മുടെ മറ്റേ മെർക്കുറി സ്പെക്ട്രത്തിൽ കുറച്ച് ലൈൻസ് ഉള്ളൂ. ഹൈഡ്രജൻ ആറ്റത്തില് കുറെ ലൈൻസ് ഉണ്ടാവും മെർക്കുറിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ആ ലൈൻസ് ഏതൊക്കെ വേവ് ലെങ്ത്തുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫ്രീക്വൻസി ആണെന്ന് നിങ്ങൾ അതിന്റെ കളേഴ്സിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഹോംവർക്ക് ഇതാണ്. നിങ്ങൾ ഓരോ ഗ്രീനിലാണെങ്കിൽ എത്ര ഗ്രീൻ ലൈൻ ഉണ്ട് ഗ്രീൻ റീജിയനിൽ, അതുപോലെ യെല്ലോ റീജിയനിൽ എത്ര ലൈൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക ആ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം. ഓക്കെ. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തോംസൺസ് മോഡലിന് പറ്റിയില്ല. അതുപോലെ അതിന്റെ ഇടയ്ക്ക് ഒരു എക്സ്പെരിമെന്റ് നടക്കുകയുണ്ടായി. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റൂദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ന് പറയും. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിലിപ്പോ അത് ഞാൻ അടുത്ത് തന്നെ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അപ്പൊ അതില് പല ആംഗിളില് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യും. അപ്പൊ അതില് ലാർജ് ആംഗിളിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ മോഡലിന് പറ്റിയില്ല. സോ ലാർജ് ആംഗിൾ സ്കാറ്ററിങ് in gold foil experiment could not explained. ഇങ്ങനെ ചില മേജർ ഡ്രോബാക്സ് ആണ്. പിന്നെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് കണ്ടുപിടിച്ചിട്ടുള്ള മേജർ ഡ്രോബാക്സ് ഇതൊക്കെയായിരുന്നു. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ആണ് ഞാൻ അടുത്ത് പറയാൻ പോണത്. ഈ എക്സ്പെരിമെന്റ് ആണ് പിന്നീട് വന്ന ഒരു 1911 പെർഫോം ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. ഈ സമയത്തൊക്കെ തന്നെയാണ് ഏകദേശം ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് ഒക്കെ വരുന്നത്. ഈ ഇയറിൽ തന്നെയാണ്, ഓൾമോസ്റ്റ് ഈ ഇയറിന്റെ അടുത്താണ്. ഓക്കെ. So next we are going to describe the Rutherford's
gold foil experiment. Gold foil experiment or വേറൊരു പേര് Rutherford's scattering experiment. Scattering experiment. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്ലസ് ടുവിലൊക്കെ പലപ്പോഴും പറയുന്നതാണ്. അതിന്റെ അറേഞ്ച്മെന്റ്സ് ഇത്രയേ ഉള്ളൂ. ഒരു ലെഡ് കൊണ്ടുള്ള ഒരു കാവിറ്റി. ഓക്കെ, ലെഡ് കൊണ്ടുള്ള ഒരു കാവിറ്റി, അതിലൊരു ന്യൂക്ലിയർ റേഡിയേഷൻ ആയ ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്ന ഒരു സാമ്പിള് ഇതിന്റെ ഉള്ളിൽ വെക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരും? ആൽഫ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരും. ആൽഫ പാർട്ടിക്കിൾസ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം, 2He4 അല്ലെ, ഹീലിയം ന്യൂക്ലിയസ് ആണ് ആൽഫ പാർട്ടിക്കിൾസ്. അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിൾസ് ഇതിനെ എന്നിട്ട് ഒരു എക്സ്പെരിമെന്റ് അത്ര ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ആക്ച്വലി അതായിരിക്കില്ല. പ്രാക്ടിക്കലി നടത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനാദ്യം ഒരു തിൻ ബീമാക്കും, കൊളിമേറ്റർ ചെയ്ത് ഒരു തിൻ ബീമാക്കും. അതിനുശേഷം ഇതിനെ ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിലേക്ക് അതിനെ ഈ ആൽഫ പാർട്ടിക്കിൾസിനെ കൊളൈഡ് ചെയ്യും. ഈ ഗോൾഡ് ഫോയിലിന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാ ഗോൾഡ് ഉപയോഗിച്ചത്? ഗോൾഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഗോൾഡ് വളരെ കുറെ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു മെറ്റലാണ് ഗോൾഡ്. വളരെ ഒരു പ്രോപ്പർട്ടിയാണ് അതിന്റെ ഡക്റ്റിലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ ഇഷ്ടം പോലെ അടിച്ച് പരത്താം. ബാക്കിയുള്ള മെറ്റൽസ് ഒന്നും അങ്ങനെ അങ്ങനെ കുറെ പരത്തുമ്പോഴൊക്കെ അതങ്ങനെ നിൽക്കില്ല, അത് പൊട്ടിയൊക്കെ പോവും. പക്ഷെ ഗോൾഡിനെ നമുക്ക് വളരെയധികം തിന്നാക്കിയിട്ട് എടുക്കാൻ പറ്റും. വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിൽ ആയിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗോൾഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും അപ്പൊ ഈ ഗോൾഡ് ആറ്റംസിൽ ഈ ആൽഫ പാർട്ടിക്കിൾസ് വന്ന് ഇടിക്കും, കൊളൈഡ് ചെയ്യും. അവിടെ നിന്ന് വന്നിട്ട് അത് പല ഡയറക്ഷനിൽ സ്കാറ്റർ ചെയ്ത് പോകും. അപ്പൊ ആ സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പല ഡയറക്ഷനിൽ പോകും. നേരെ പോകും, കുറെ പല ആംഗിളിൽ പോകും, ഇങ്ങനെ പോകും. പല ആംഗിളിൽ അത് ഇങ്ങനെ സ്കാറ്റർ ചെയ്യും. കുറച്ചിങ്ങനെ പിന്നാക്കം വരും. ഓക്കെ, കുറച്ചിങ്ങനെ നേരെ പിന്നിലേക്കും വരും. അപ്പൊ ഇങ്ങനെ ഈ സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഒരു മെത്തേഡും കൂടി ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോഗ്രാഫിക് ഫിലിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു വേറൊരു ഇങ്ങനെ സർക്കുലർ ഷേപ്പ്, സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത മെറ്റീരിയൽ കോട്ട് ചെയ്ത ഒരു ചേംബർ ഉപയോഗിച്ചാലും മതി. അപ്പൊ സിങ്ക് സൾഫൈഡിൽ ആൽഫ പാർട്ടിക്കിൾ വന്ന് വീഴുമ്പോൾ അത് എന്തുണ്ടാവും? നല്ല സിൻറ്റിലേഷൻസ് ഉണ്ടാവും, ലൈറ്റ് പോലെ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, നല്ല ബ്രൈറ്റ് ഫ്ലാഷസ് ഉണ്ടാവും. നമ്മൾ ഫ്ലൂറസെൻസ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല ലൈറ്റ്, നല്ല സിൻറ്റിലേഷൻസ് ഉണ്ടാവും. ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടുകൾ കാണാം ഈ ചുറ്റും. ഈ ചേംബറിന്റെ എവിടെയാണോ ആൽഫ പാർട്ടിക്കിൾ വരുന്നത് അവിടെയൊക്കെ ഇതിന്റെ ബ്രൈറ്റ് സ്പോട്ടുകൾ കാണാം. അപ്പൊ അത് ഒബ്സർവ് ചെയ്തേന്ന് അതിന്റെ ഈ സ്പോട്ടുകൾ എങ്ങനെയൊക്കെയാണ് വരണേന്ന് നോക്കി ആദ്യം. അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് ആ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് മോഡൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ആ എക്സ്പെരിമെന്റിൽ ഈ റുദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ ഉണ്ടായ റിസൾട്ടുകൾ ഇതൊക്കെയാണ്. ഈ ഇൻസിഡന്റ് ബീം ഉണ്ടല്ലോ, ഇതാണ് ഇൻസിഡന്റ് ബീം. ഇതാണ് ആൽഫ പാർട്ടിക്കിൾസ്. പിന്നെ ഈ ചുറ്റുമുള്ളതാണ് എന്ത്? സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾസ്. അപ്പൊ ഇത് ഇൻസിഡന്റ് വേവ്, സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ്, സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ്. ഈ സ്കാറ്റേർഡ് പാർട്ടിക്കിൾസിന്റെ എവിടെയൊക്കെ ഇത് കൂടുതൽ വരണേ, എവിടെയൊക്കെ കുറവ് വരണേ എന്നാണ് ആദ്യം നോക്കിയത്. അപ്പൊ നോക്കിയപ്പോ മനസ്സിലായത് ഈ നേരെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിലാണ്. ഓൾമോസ്റ്റ് 99.9% നേരെ ഇങ്ങോട്ട് പോരും, അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് പോരും. ക്ലിയർ അല്ലേ? പിന്നെ ഇങ്ങനെ ഓരോ തീറ്റ, ഇതിനെ സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറയും. ഓരോ ആംഗിൾ മാറുന്തോറും പല രീതിയിൽ ഇന്റൻസിറ്റി ഈ സ്പോട്ടിന്റെ മാറിക്കൊണ്ടിരിക്കും.
അങ്ങനെ ചില സ്ഥലത്ത് ഒട്ടും ഉണ്ടാവില്ല, ചില സ്ഥലത്ത് കുറച്ച് ഇന്റൻസിറ്റി ഉണ്ടാവും. അങ്ങനെ ഏറ്റവും പല ആംഗിളിൽ ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യും. അപ്പൊ 90 ഡിഗ്രിയിൽ ചിലപ്പോൾ സ്കാറ്റർ ചെയ്യാം. 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ നമ്മൾ അതിനെ സ്മോൾ ആംഗിൾ സ്കാറ്ററിംഗ് എന്ന് പറയും. 90 ഡിഗ്രിയിൽ വലുതാണെങ്കിൽ നമ്മൾ അതിനെ ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് എന്ന് പറയും. അങ്ങനെ എത്ര വരെ ആംഗിൾ ആവാം? നേരെ പോവുകയാണെങ്കിൽ ആംഗിൾ എത്രയാ? സ്കാറ്ററിംഗ് ആംഗിൾ 0. നേരെ പിന്നാക്കം വരികയാണെങ്കിൽ സ്കാറ്ററിംഗ് ആംഗിൾ എത്രയാ? ഹെഡ് ഓൺ കൊളിഷൻ ആണെങ്കിൽ, ഹെഡ് ഓൺ കൊളിഷൻ നടന്ന് നേരെ പിന്നാക്കം വരികയാണെങ്കിൽ സ്കാറ്ററിംഗ് ആംഗിൾ 180 ഡിഗ്രി. അത് സ്കാറ്ററിംഗ് ആംഗിളിന്റെ വേരിയേഷൻ ഈസ് ബിറ്റ്വീൻ 0 ആൻഡ് 180 ഡിഗ്രി. അപ്പൊ ഒരു 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ നമുക്ക് സ്മോൾ ആംഗിൾ സ്കാറ്ററിംഗ് എന്നും 90 ഡിഗ്രിയിൽ വലുതാണെങ്കിൽ ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് എന്നും പറയാം. രണ്ട് സൈഡ് എല്ലാതിന്റെ ചുറ്റും ഇതൊരു 3D അറേഞ്ച്മെന്റ് ആണിത്, 3 ഡയമെൻഷനിൽ ആണ്. അപ്പൊ ഈ സ്കാറ്ററിംഗ് ആംഗിളും ഇന്റൻസിറ്റിയും തമ്മിൽ ഈ ഇവിടെ കാണുന്ന ഇന്റൻസിറ്റി തമ്മിൽ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഏതൊക്കെ തമ്മിലാ? സ്കാറ്ററിംഗ് ആംഗിളും പിന്നെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഫ്ലാഷിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം, അത് തമ്മിൽ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ 0 ആംഗിളിൽ ആയിരിക്കും ഏറ്റവും മാക്സിമം ഇന്റൻസിറ്റി 99.9%. ഈ 180 ഡിഗ്രി ആകുമ്പോൾ നേരെ പുറകിലേക്ക് പോണത് വെരി 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 സ്മോൾ 0.0001% ഉള്ളൂ. വെരി 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 സ്മോൾ പെർസെൻറ്റേജ് ആണ് നേരെ തിരിച്ചു പോണത്. അപ്പൊ അങ്ങനെ 90 ഡിഗ്രിയിലാണെങ്കിൽ കുറച്ച് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഗ്രാഫ് ആയിട്ട് കിട്ടുക. അപ്പൊ ഈ ഗ്രാഫ് കാണിക്കുന്നത് എന്താ? ഇന്റൻസിറ്റി ഓഫ് ദ സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ്. അത് ഏറ്റവും മാക്സിമം ഈ നേരെ പോണതിനാണ് 99.9%. അവിടെ സ്കാറ്ററിംഗ് ആംഗിൾ 0 ആണ്. ഏറ്റവും കുറവ് 180 ഡിഗ്രിയിലാണ്. നേരെ തിരിച്ചു പോണതാണ് ഏറ്റവും കുറവ്. ഈ ഐഡിയ ക്ലിയർ അല്ലേ? അപ്പൊ ഈ നേരെ പോണ എന്താ കാരണം? 99.9% നേരെ പോകാൻ എന്താ കാരണം? ആ 99.9%ന് ഈ വരുന്ന ബീം ഓഫ് ആൽഫ പാർട്ടിക്കിളിലെ മെജോറിറ്റി പോർഷനും ഈ ഗോൾഡ് ഫോയില് ഒന്നും ചെയ്യുന്നില്ല, അത് നേരെ കടന്നു പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അൺഅഫക്റ്റഡ്. വളരെ ചെറിയ 0.1% ആണ് ടോട്ടലായിട്ട് അവിടെ എല്ലാ സ്ഥലത്തേക്കും കൂടെ സ്കാറ്റർ ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അതായത് ഇപ്പൊ ഇതിവിടെ ഒരു 8,000 പാർട്ടിക്കിളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിളാണ് തിരിച്ചു പോവുക, നേരെ തിരിച്ചു പോവുക. ഹെഡ് ഓൺ കൊളിഷൻ നടത്തി നേരെ തിരിച്ചു പോവുക ഒരു പാർട്ടിക്കിളാണ്. 1 in 8,000 ആ റേഷ്യോയിലൊക്കെയാണ് ഇവിടെ ഈ 180 ഒക്കെ എത്തുമ്പോൾ ഇന്റൻസിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ നമ്പർ ഉള്ളൂ. ബാക്കി അതിങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു ഫോർമുല ആയിരിക്കും ഇന്റൻസിറ്റിയുടെ വേരിയേഷൻ വിത്ത് സ്കാറ്ററിംഗ് ആംഗിൾ. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് എക്സ്പെരിമെന്റിൽ നിന്ന് കുറെ ഐഡിയകൾ കിട്ടും. അപ്പൊ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടുന്നത്? എന്തുകൊണ്ടാണ് പല ആംഗിളില് പല ഇന്റൻസിറ്റിയില് ആൽഫ പാർട്ടിക്കിള് സ്പോട്ട് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതെങ്ങനെ നമ്മൾ ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം? നമുക്കൊരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹീലിയം ന്യൂക്ലിയ ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ പണ്ടത്തെ ആൾക്കാർക്ക് അത്ര എളുപ്പമായിരുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു ഈ ഗോൾഡ് ഫോയിൽ വളരെ തിന്നായതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് അതിന് ഒരു ആറ്റത്തിന്റെ സൈസിലേക്കൊക്കെ വന്നു എന്ന് വിചാരിക്കാം. ആക്ച്വലി അത്രയും ചെറുതാക്കാനൊന്നും എളുപ്പമല്ല ആറ്റത്തിന്റെ സൈസിലേക്കൊക്കെ. കാരണം
ഈ എന്താ പറയാ, നാനോ ഗോൾഡ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാനോ പാർട്ടിക്കിൾസ്, നാനോ ടെക്നോളജി ഒക്കെ. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു കാർബൺ ആറ്റോ അല്ലെങ്കിൽ ഗോൾഡ് ആറ്റോ ഏതെങ്കിലും ഒരു ആറ്റം നമ്മൾ ബൾക്കായിട്ട് എടുക്കണതും, അതായത് ഒരുപാട് ഒരു ഗ്രാമോ അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പറോ അത്രയൊക്കെ എടുക്കണതും, ഒരു ലെസ് ദാൻ 100 എടുക്കുകയാണെങ്കിലും 10 20 അല്ലെങ്കിൽ 50 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം, നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയാം. നാനോ ഗോൾഡ്. അപ്പൊ ഗോൾഡ് ആറ്റംസ് ഒരു 50 എടുത്തു കഴിഞ്ഞാൽ എന്തായി, അതൊരു നാനോ ഗോൾഡ് ആയി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഒരു ടെക്നോളജി, ഒരു വലിയൊരു ബ്രാഞ്ച് ഫിസിക്സിൽ നമുക്ക് എമർജ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, നാനോ ടെക്നോളജി എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാർബണിന്റെയും അല്ലെങ്കിൽ ഗോൾഡ് ഏതിന്റെ ആയാലും, കാർബണിന്റെ ആണെങ്കിൽ നാനോ കാർബൺ, ഗോൾഡ് ആണെങ്കിൽ നാനോ ഗോൾഡ്, വ്യത്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നതിന് പകരം ഒരു സെർട്ടൻ നമ്പർ എടുക്കുക, ലെസ് ദാൻ 100 ഉള്ള ഒരു 20 ഗോൾഡ് ആറ്റോ അല്ലെങ്കിൽ ഒരു 50 കാർബൺ ആറ്റോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നാനോ മെറ്റീരിയൽ എന്നാണ് പറയുക. അതിന്റെ പ്രോപ്പർട്ടീസ് വളരെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ആണത്. സാധാരണ ഗോൾഡിന്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല നാനോ ഗോൾഡിന്. അതുപോലെ കാർബണും നാനോ കാർബണും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. അതിലെ പല പ്രോപ്പർട്ടീസും നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ നാനോ ടെക്നോളജി പെട്ടെന്ന് എമർജ് ചെയ്ത ഒരു വലിയൊരു ബ്രാഞ്ച് ആയിട്ട് മാറി. മനസ്സിലായില്ലേ? ഇപ്പൊ നാനോ ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഗോൾഡിന്റെ കളർ നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഡിന്റെ കളർ ആയിരിക്കും. നാനോ ഗോൾഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആയിരിക്കും. അതുപോലെ നാനോ കാർബൺ കൊണ്ടുപോയി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വെറുതെ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്ക്, നാനോ കാർബൺ ട്യൂബ്സ്, നാനോ കാർബൺ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് എന്താ പറയാ, സ്പോർട്സിലും അതുപോലെ ഒരുപാട് സർജറിയിലും ഒക്കെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റും. അതിനൊക്കെ വളരെ വിശിഷ്ട പ്രോപ്പർട്ടീസ് ആയിരിക്കും, സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. നാനോ കാർബൺ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഫൈൻ ആയിട്ടുള്ള ഷട്ടിൽ ബാറ്റോ അങ്ങനെ എന്തെങ്കിലും ഫുട്ബോളോ അങ്ങനെയൊക്കെ സംഗതികളൊക്കെ ഒരുപാട് സംഗതികൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ അതൊരു റോബോട്ട്സ് പോലെ ആക്ട് ചെയ്യുന്ന പറഞ്ഞു നാനോ മെഡിസിൻ ഒക്കെ. അതൊക്കെ ഇപ്പൊ റിസർച്ച് നടക്കുന്ന ഒരു എമർജിങ് ഏരിയ ആണത്, നാനോ ടെക്നോളജി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹയർ ലെവലിലൊക്കെ പോവാണെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ഇന്റർനെറ്റിൽ അതിനെ കുറിച്ച് വായിച്ചിരിക്കുക കേട്ടാ. അപ്പൊ അത് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പൊ നമ്മള് ഇപ്പോഴത്തെ മോഡലില് നമ്മള് ഗോൾഡ് ഫോയിൽ ഇപ്പൊ നമ്മൾ ഈ ആറ്റത്തിന്റെ അതേ തിക്നെസ്സിൽ ഗോൾഡ് ഫോയിൽ വന്നു എന്ന് വിചാരിക്കുക. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ഒരു 10⁻⁻⁻⁻ ഗോൾഡ് ഫോയിലിന്റെ അവരുപയോഗിച്ച ഗോൾഡ് ഫോയിൽ തിക്നെസ് ഏകദേശം 2 in thickness, ഏകദേശം 2 × 10⁻⁻7 മീറ്റർ ആയിരുന്നു. അപ്പൊ ആറ്റത്തിന്റെ കുറച്ചും കൂടെ വലുതാണ്, എന്നാലും നമുക്ക് ഏകദേശം ആറ്റമൊക്കെ ആണെന്ന് നമുക്ക് ഇങ്ങനെ വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പൊ ആറ്റത്തിന് സെൻട്രലിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും മെജോറിറ്റി സ്പേസ് എം ടി ആണ്. പിന്നെ അതിന്റെ ചുറ്റും ഒരു ഇലക്ട്രോൺ ഉണ്ട്, അല്ല ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള സ്ഥലം മുഴുവൻ മെജോറിറ്റി സ്ഥലം ആറ്റത്തിൽ എം ടി ആണ്. പിന്നെ അതിന്റെ ചുറ്റും വേറെ അടുത്ത ഓർബിറ്റിലുള്ള വേറെ ഇലക്ട്രോൺസ്, പിന്നെ അതിന്റെ ഇടയ്ക്കൊക്കെ എം ടി സ്പേസ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ അന്ന് പക്ഷെ അത് ഇങ്ങനെ ഈ മോഡല് പ്രപ്പോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ മോഡൽ വെച്ചിട്ട് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം. നമ്മളിപ്പോ അത് ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ വരുന്നു, ഒരു ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ വരുന്നു, എന്തുണ്ടാവും, മെജോറിറ്റി ഇവിടെ ഒന്നും അഫക്ട് ചെയ്യാതെ കടന്നു പോകും അല്ലെ. 99.9% ഇങ്ങനെ കടന്നു പോകും. കാരണം ആറ്റത്തിന്റെ ഓൾമോസ്റ്റ് അതിൽ എം ടി ആണ്. ഇനി വളരെ ചുരുക്കം ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയസിന്റെ സൈസ് അനുസരിച്ച്, ന്യൂക്ലിയസ് ശരിക്കും പോസിറ്റീവ്ലി ചാർജഡ് ആണ്, ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണ്, വരുന്ന ആൽഫ പാർട്ടിക്കിളിലും പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് വരുന്ന ആൽഫ പാർട്ടിക്കിൾ ഇത് ഇങ്ങനെ വന്നിട്ട് എന്തുണ്ടാവും, കുളമ്പ് റിപ്പൽഷൻ നടക്കും, കുളമ്പ് ഇന്ററാക്ഷൻ നടക്കും, കുളമ്പ് റിപ്പൽഷൻ ആണ് നടക്കുക.
അപ്പൊ റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് ഇതിങ്ങനെ ഇതിന്റെ അടുത്തൊരു പോയിന്റ് വരെ വന്നിട്ട് അടുത്ത് വന്ന് മുട്ടില്ല, തൊട്ടടുത്ത് വരെ വന്നിട്ട് എന്ത് ചെയ്യും, തിരിച്ചു പോകും. ബാക്കിയുള്ള ചില ആറ്റംസ് ചില ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ ഈ റിപ്പൽഷൻ കാരണം അതിങ്ങനെ അതിന്റെ പാത്ത് ഡീവിയേറ്റഡ് ആവും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഫിസിക്സിൽ കൊളീഷൻ സ്കാറ്ററിങ് അല്ലെങ്കിൽ സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ഇപ്പൊ ക്യാരംസ് ബോൾ ഇതുപോലെ കോയിൻസ് പോലെ ബില്യാർഡ്സ് ബോൾ പോലെയോ കൂട്ടിമുട്ടണം എന്നൊന്നുമില്ല. അത് നമ്മുടെ ക്ലാസിക്കൽ വേൾഡിലാണ് നമ്മൾ രണ്ടുപേര് മുട്ടുമ്പോൾ ഫിസിക്കലി കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് കൊളീഷൻ എന്ന് പറയാം. പക്ഷെ നമ്മൾ ആക്ച്വലി നമ്മൾ ഫിസിക്സിൽ കൊളീഷൻ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് വരണമെന്നില്ല. ഇവിടെ ഇത് തമ്മിൽ കോണ്ടാക്ട് വരുന്നില്ല. ഈ വരുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ പാത്തിനെ ഈ ന്യൂക്ലിയസ് അഫക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ന്യൂക്ലിയസിന്റെ അടുത്ത് പോയി ഇടിക്കണമൊന്നുമില്ല. അപ്പൊ അതിന്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ അത് ഡീവിയേറ്റ് ചെയ്യും. അപ്പൊ ഒരു ഇന്ററാക്ഷൻ നടന്ന എന്തെങ്കിലും ഒരു ഡീവിയേഷനോ ഡിഫ്ലക്ഷനോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു കൊളീഷൻ ആണ്. നമ്മളെ സംബന്ധിച്ച് അതൊരു സ്കാറ്ററിങ് എക്സ്പെരിമെന്റ് ആണ്, കൊളീഷൻ എക്സ്പെരിമെന്റ് ആണ്. ക്ലാസിക്കലി നിങ്ങൾ നമ്മുടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബോൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുക, അപ്പൊ മൊമെന്റം എന്തായിരിക്കും, കൺസർവ്ഡ് ആയിരിക്കും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേ പ്രിൻസിപ്പിൾ ഒക്കെ ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഈ ഫിസിക്കൽ കോണ്ടാക്ട് ഒരു നെസസറി അല്ല കൊളീഷൻ. ഇതും ഒരു കൊളീഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്കാറ്ററിങ് എക്സ്പെരിമെന്റ് ആണ്. കൊളീഷൻ അല്ലെങ്കിൽ സ്കാറ്ററിങ്, ആ രണ്ട് പേരെ ഏതെങ്കിലും ഉപയോഗിക്കും നമ്മൾ. അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ എക്സ്പെരിമെന്റ്, ഇന്ററാക്ട് ചെയ്യാന്നും പറയും. ദേ ഇന്ററാക്ട്സ് ആൻഡ് സംതിങ് ഹാപ്പൻസ്. 99% ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ചെറിയ പെർസെന്റേജ് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് പോവും, ആ സൈഡിലേക്ക് പോവും, ഇവിടുന്ന് ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ സിമ്മട്രി ഉണ്ടായിരിക്കും. ഇവിടെ കിട്ടുന്ന ഒരു പാറ്റേൺ ഒരു സിമ്മട്രി ഉണ്ടാവും. കാരണം എല്ലാ സൈഡിലേക്കും അത് ഒരുപോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക, സിമ്മട്രിക് ആയിരിക്കും. അപ്പുറം ദൂരം പോയാൽ അത് തന്നെ ഇപ്പുറത്തേക്കും പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾസിന്റെ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ മോഡൽ വെച്ചിട്ട് നമുക്ക് ഇത് പറയാൻ വളരെ ഈസിയാണ്. അപ്പൊ നമുക്കറിയാം 99.9% അങ്ങനെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകും, അൺസ്കാറ്റേഡ് ആയിട്ട് പോകുന്നു. വളരെ ചെറിയ പെർസെന്റേജ് മാത്രം ഹെഡ് ഓൺ കൊളീഷൻ നടത്തി ഇങ്ങനെ നേരെ വന്ന് ഇടിച്ച് നേരെ തിരിച്ചു പോയി നമ്മൾ ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയാം. ഹെഡ് ഓൺ കൊളീഷൻ നടത്തിയിട്ട് വളരെ അത് ന്യൂക്ലിയസിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ന്യൂക്ലിയസ് എത്ര ചെറുതാണോ അപ്പൊ അത് പിന്നെയും കുറയും. ന്യൂക്ലിയസ് വലുതാവും തോറും ഹെഡ് ഓൺ കൊളീഷന്റെ ചാൻസ് കൂടും. ന്യൂക്ലിയസ് വലുതാവുമ്പോൾ കൂടുതൽ ഹെഡ് ഓൺ കൊളീഷൻ നടക്കും. അത് അപ്പൊ വളരെ ചെറിയ പെർസെന്റേജും. അപ്പൊ ഈ ചെറിയ പെർസെന്റേജിൽ നിന്നാണ് എന്ത് മനസ്സിലാക്കിയത്, ഈ ഹെഡ് ഓൺ കൊളീഷൻ വളരെ ചെറിയ പെർസെന്റേജിൽ നിന്ന് ഉള്ളതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത് എന്ത്, ന്യൂക്ലിയസിന് വളരെ സൈസ് കുറവാണ്. ഒരു 10⁻⁻14 അല്ലെങ്കിൽ -15 ആ ഓർഡറിലൊക്കെയുള്ള സൈസാണ് ന്യൂക്ലിയസിനുള്ളൂ എന്ന് ഈ ചെറിയ പെർസെന്റേജിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഈ വലിയ പെർസെന്റേജിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്, ഈ 99.9% എന്താ മനസ്സിലാക്കിയത്, ആറ്റത്തിന്റെ ഉള്ളില് ഓൾമോസ്റ്റ് എംപ്റ്റി ആണെന്ന് മനസ്സിലാക്കി. ആറ്റത്തിന്റെ ഉള്ളില് വളരെ ചെറിയ ന്യൂക്ലിയസും പിന്നെ അധികം ഉള്ളത് എംപ്റ്റി സ്പേസ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ രണ്ട് ഐഡിയ ക്ലിക്ക് ആയില്ലേ. ഇതൊന്നും ചിലപ്പോൾ സ്കൂൾസിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, അതിന്റെ വേറെ ഐഡിയകൾ, ആ ഐഡിയകളൊന്നും ഞാൻ പറയണില്ല. ഈ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലായത് ആ കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ എവിടെയൊക്കെ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജിൽ ന്യൂക്ലിയസ് ഉണ്ട്, അപ്പുറത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആ ഇലക്ട്രോൺസ് ഇതിനെ ഡിഫ്ലക്ട് ചെയ്യും. ചിലപ്പോൾ ഈ അട്രാക്ഷൻ കാരണമാവാം, അല്ലെങ്കിൽ ഇവിടുത്തെ റിപ്പൽഷൻ കാരണമാവാം. പല രീതിയിൽ ഈ വരുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ പല ആംഗിളിൽ അത് വളരെ ചെറിയ ഇന്റൻസിറ്റിയിൽ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. അതിൽ നിന്ന് നമുക്ക് ഈ റുദർഫോർഡ് ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തു. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് പാരാമീറ്റേഴ്സ് നോർമലി നമ്മൾ ഇതുപോലുള്ള കൊളീഷൻ എക്സ്പെരിമെന്റിൽ ഉപയോഗിക്കുന്ന 1-2 പാരാമീറ്റർ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, ഇപ്പൊ ഈ ഹെഡ് ഓൺ കൊളീഷനിൽ ഇവിടെ വന്നിട്ട് ഇത് തിരിച്ചു പോയില്ലേ, ഒരിക്കലും അത് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരില്ല. ന്യൂക്ലിയസ് ഇതും തമ്മിൽ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടാവും എപ്പോഴും, അല്ലെ? കാരണം ഇത് പോസിറ്റീവ്ലി ചാർജഡ് ആണ്, ഇതും പോസിറ്റീവ്ലി ചാർജഡ് ആണ്, ആൽഫ പാർട്ടിക്കിളും. അപ്പൊ ഒരിക്കലും അത് അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് മുട്ടില്ല. ഇത് എക്സാക്ട്ലി നേരെ വരുന്ന ഹെഡ് ഓൺ കൊളീഷൻ നടത്തുന്ന ഒരു ആൽഫ പാർട്ടിക്കിള് ന്യൂക്ലിയസിന്റെ അടുത്ത് എത്തിയിട്ട് തിരിച്ചു പോകും. അപ്പൊ ആ ഡിസ്റ്റൻസിനെ ആണ് നമ്മൾ ഒരു പ്രത്യേക പേര് പറയും.
അതാണ് ആദ്യത്തെ ഒരു പാരാമീറ്റർ. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയും. എന്താ പറയാ? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, R0 എന്നൊക്കെ വിളിക്കും നമ്മൾ. R0. ഓക്കെ. കാരണം ഇവിടെ നടക്കുന്ന ഇന്ററാക്ഷൻ ഏത് ഇന്ററാക്ഷൻ ആണ്? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള കുളുംബ് ഇന്ററാക്ഷൻ ആണ് നടക്കുക. കുളുംബ് ഇന്ററാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഈ പാർട്ടിക്കിൾ ന്യൂക്ലിയസ് അറ്റ് റെസ്റ്റിലാണ്. ആൽഫ പാർട്ടിക്കിൾ ആണ് മൂവിങ്. ആൽഫ പാർട്ടിക്കിളിൽ എന്താണ് കൈനറ്റിക് എനർജി ഇനീഷ്യലി നല്ല സ്പീഡിൽ ഇങ്ങോട്ട് വരും. ആക്സിലറേറ്റ് ഒരു കൈനറ്റിക് എനർജിയിൽ വരും. എന്നിട്ട് ഇവിടെ കൈനറ്റിക് എനർജി ഇവിടെ വന്ന് എന്താവും? ഇവിടെ എത്തുമ്പോ ഇവിടെ നിൽക്കുമ്പോ എന്താവും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ഫുള്ളി പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. എന്നിട്ട് അത് വീണ്ടും തിരിച്ച് ബാക്കിലേക്ക് തന്നെ പോകും. ഓക്കെ. അപ്പൊ നമുക്ക് അതിന് ഏത് പോയിന്റിലും നമുക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജി ഇവിടെ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ R0 ഡിസ്റ്റൻസിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആയിരിക്കും. കൈനറ്റിക് എനർജി ആണല്ലോ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ് അതിന്റെ എന്താ പറയാ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് വെറുതെ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. ഹാഫ് mv² ഈക്വൽ ടു കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? 1/4πε0. ഇവിടെ റിപ്പൽഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ മൈനസ് ഇടില്ല. അട്രാക്ഷൻ ആണെങ്കിലാണ് നമ്മൾ മൈനസ് ഇടുക. ഇവിടെ റിപ്പൽസീവ് ഫോഴ്സ് ആണ്. 1/4πε0 Q1 Q2/R അല്ലെ? Q1 Q2/R. Q1 എത്രയാ? ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എത്രയാ? 2He4 എന്നാണ് പറയാ അല്ലെ? 2He. അപ്പൊ 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്, 2 ഇലക്ട്രോൺ. പിന്നെ ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 79 ആണ് അല്ലെ? Z equal to 79 ആണ് ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ 79. അപ്പൊ Q1 2E. പിന്നെ ന്യൂക്ലിയസിന്റെ ചാർജ് എത്രയായിരിക്കും? 79E. ZD എന്ന് പറയും. ZD by R0 എന്ന് എഴുതാം. അപ്പൊ ഇത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ് ഹാഫ് mv². വളരെ അകലെയുള്ളപ്പോ ആൽഫ പാർട്ടിക്കിൾസ് കൂളംബ് ഇന്ററാക്ഷൻ വളരെ മിനിമം ഉള്ളപ്പോ അല്ലെങ്കിൽ ഇല്ലാത്തപ്പോ ഉള്ള കൈനറ്റിക് എനർജിയാണ് കൈനറ്റിക് എനർജി. അത് ഹാഫ് mv² എടുത്താൽ മാസ് ഓഫ് ദി ഇലക്ട്രോൺ m, അതിന്റെ അപ്പുറമുള്ള വെലോസിറ്റി v. ഇത് ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൽ വന്നിട്ടുള്ള ആ ഡിസ്റ്റൻസിൽ നിന്ന് തിരിച്ചു പോകുന്ന ജസ്റ്റ് റീബൗൺസ് ചെയ്യുന്ന പോയിന്റിലെ ഡിസ്റ്റൻസ് ആണ് R0. രണ്ട് ചാർജുകൾ ഇതാണ് 2E × 79E. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് കണ്ടുപിടിക്കാം? R0ക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. R0 ഒരു പർട്ടിക്കുലർ എനർജി ഉള്ള ഒരു ആൽഫ പാർട്ടിക്കിള് ഒരു ന്യൂക്ലിയസിന്റെ എത്ര അടുത്ത് വരെ പോകും എന്നാണ് ഇത് കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇത് അന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് കിട്ടിയത് ഏകദേശം 4.13 × 10⁻⁻14 മീറ്റർ ആണ്. ഇതിൽ നിന്നാണ് ഏകദേശം ന്യൂക്ലിയസിന്റെ സൈസ് ഒക്കെ നമ്മൾ ഊഹിക്കണത്, ഗസ് ചെയ്തെടുത്തത്. മനസ്സിലായില്ലേ? സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഒക്കെ ഈ എക്സ്പെരിമെന്റിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യണത്. ഏകദേശം ആട്ടോ, കൃത്യമല്ല, ഏകദേശം. രണ്ടാമത്തെ ഒരു പാരാമീറ്റർ ആണ് ഇമ്പാക്ട് പാരാമീറ്റർ. രണ്ടാമത്തെ ഒരു ഫാക്ടർ ആണ് ഇമ്പാക്ട് പാരാമീറ്റർ. അതിനെ നമ്മൾ ബി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക, സ്മോൾ ബി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിളും തമ്മിലുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ, ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയാം, ബി. ഈ ന്യൂക്ലിയസ് ഇവിടെ നിൽക്കണു, ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള, ക്ലിയർ അല്ലേ? ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ഈ വാക്കൊക്കെ ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഇമ്പാക്ട് പാരാമീറ്റർ ബി. ഈ ബി കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബി കൂടി കഴിഞ്ഞാൽ വരുന്ന ആൽഫ പാർട്ടിക്കിള്
നേരെ അങ്ങട് കടന്നു പോകും. ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിന്. അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് കടന്നു പോകും.